ബിരുദം നേടി. അദ്ദേഹം 1913 അദ്ദേഹത്തിന്റെ പിതാവ് റാംജിസപ്പാൽ നിര്യാതനായി. മുന്നോട്ടുള്ള പഠനം അത് മുടങ്ങുമെന്ന് കണ്ടപ്പോ ബറോഡ മഹാരാജാവായിരുന്ന സാംറായി അദ്ദേഹം ആ കുട്ടിക്ക് പഠിക്കാനുള്ള, അംബേദ്കർ എന്ന മിടുക്കനായ കുട്ടിക്ക് പഠിക്കാനുള്ള സ്കോളർഷിപ്പ് ഏർപ്പെടുത്തി. അങ്ങനെ അദ്ദേഹം ഉപരിപഠനത്തിനായി US അമേരിക്കയിലെ കൊളംബിയ യൂണിവേഴ്സിറ്റിയിലേക്ക് പോയി. അവിടെ പഠിച്ചു നീണ്ട 3 കൊല്ലം. MA എക്കണോമിക്സിൽ ബിരുദം അദ്ദേഹം നേടിയെടുത്തു. അതിനുശേഷം അദ്ദേഹം ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ പഠനം നടത്തി. നിരന്തരമായ 5 വർഷം 1921 മാസ്റ്റർ ബിരുദം അദ്ദേഹം നേടി. ആ പഠനകാലത്ത് തന്നെ ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ അദ്ദേഹം പഠിക്കുന്ന കാലത്ത് പോലും അദ്ദേഹത്തിന്റെ വിജ്ഞാനത്തോടുള്ള വൈജ്ഞാനിക സമ്പാദനത്തിലുള്ള അദ്ദേഹത്തിന്റെ താല്പര്യം ഒരുപക്ഷെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ചരിത്രഭൂമികയിൽ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസപരമായി ഉയർന്നു നിൽക്കുന്ന ഒരു നേതാവിനെ നമുക്ക് കാണിക്കാൻ കഴിയുമെങ്കിൽ അത് മഹാനായ ഡോക്ടർ BR അംബേദ്കറാണ്. വിദ്യാഭ്യാസത്തിലും അതുപോലെ തന്നെ ജ്ഞാന സമ്പാദനത്തിലും അദ്ദേഹം കൊടുത്തിട്ടുള്ള പ്രാധാന്യം, അദ്ദേഹം അവിടെ പഠിക്കുമ്പോൾ തന്നെ, ലണ്ടനിൽ പഠിക്കുമ്പോൾ പോലും വലിയ തരത്തിലുള്ള ഗവേഷണം പ്രബന്ധങ്ങൾ അദ്ദേഹം തയ്യാറാക്കി. ദ പ്രോബ്ലം ഓഫ് ദ റുപ്പീസ് ഇൻ ഒറിജിൻ ആൻഡ് ഇറ്റ്സ് സൊല്യൂഷൻ എന്ന് പറയുന്ന പ്രാചീന ഭാരതത്തിലെ വാണിജ്യ രീതികളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു പ്രബന്ധം അദ്ദേഹം തയ്യാറാക്കി. എന്നിട്ടോ 1925 ഏപ്രിലാണ് നമ്മുടെ രാജ്യത്തെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ബാങ്ക് സംവിധാനം നിലവിൽ വരുന്നത്. അന്ന് ബ്രിട്ടീഷ് ഗവൺമെന്റ് നിശ്ചയിച്ച എഡ്വേർഡ് ഹിൽട്ടൺ യങ് എന്ന ഒരാളുടെ, അല്ലെങ്കിൽ എഡ്വേർഡ് ഹിൽട്ടൺ യങ്ങിന്റെ അധ്യക്ഷതയിലുള്ള ഹിൽട്ടൺ യങ് കമ്മീഷൻ, ആ ഹിൽട്ടൺ യങ് കമ്മീഷന്റെ മുമ്പിലേക്ക് ഈ പറയപ്പെട്ട ഇദ്ദേഹത്തിന്റെ പ്രബന്ധം അവതരിപ്പിക്കപ്പെട്ടു. അതിന്റെ നിർദ്ദേശങ്ങളും അതിന്റെ അഭിപ്രായങ്ങളും അവർ ബ്രിട്ടീഷ് ഗവൺമെന്റ് കേട്ടു. അങ്ങനെയാണ് RBI എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ ബാങ്ക് സംവിധാനത്തിലേക്ക് പോലും നമ്മുടെ രാജ്യം പോകുന്നത്. അങ്ങനെയാണ് അദ്ദേഹം അതിനുശേഷം നിരവധി പ്രബന്ധങ്ങൾ, ദ എവല്യൂഷൻ ഓഫ് പ്രൊവിൻഷ്യൽ ഫൈനാൻസ് ഇൻ ബ്രിട്ടീഷ് ഇന്ത്യ, കൊളംബിയ സർവകലാശാലയിൽ അദ്ദേഹത്തിന് സാമ്പത്തിക ശാസ്ത്രത്തിൽ PhD ലഭിച്ച അദ്ദേഹത്തിന്റെ പ്രബന്ധമാണ്. ഇങ്ങനെ നിരവധിയായ പഠനങ്ങൾ. അതിനുശേഷം അദ്ദേഹം 1926 ബോംബെയിലേക്ക് തിരിച്ചു വന്നു. ബോംബെ ഹൈക്കോടതിയിൽ അഭിഭാഷകനായി. ആ സമയത്താണ് താൻ നേരിടുന്ന, തന്റെ സമൂഹം അനുഭവിക്കുന്ന, താൻ ഏതൊരു ജാതിയിലാണോ പിറവിയെടുത്തത് ആ സമൂഹം എന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങേയറ്റം രൂക്ഷമായ ജാതി വിവേചനത്തെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിന്റെ കൂടുതൽ ബോധ്യങ്ങൾ 1927 മാർച്ചിൽ മഹാരാഷ്ട്രയിലെ റായ്ഗഡ് ജില്ലയിലെ ചൗദാർ തടാകത്തിൽ നിന്ന് അദ്ദേഹം വെള്ളമെടുത്തു. കാരണം അതെ, താഴ്ന്ന ജാതിക്കാരനായ അംബേദ്കർക്കും അവരുടെ സമൂഹത്തിനും പൊതുജനങ്ങൾ എടുക്കുന്ന വെള്ളസംഭരണികളിൽ നിന്ന്, പൊതു കിണറ്റിൽ നിന്ന്, പൊതു തടാകങ്ങളിൽ നിന്ന് വെള്ളം ഉപയോഗിക്കാൻ അവർക്ക് വിലക്കുണ്ടായിരുന്നു. ആയിരക്കണക്കായ ദളിത് സഹോദരങ്ങളെ ചേർത്ത് പിടിച്ച് ചൗദാർ തടാകത്തിൽ നിന്ന് ആയിരക്കണക്കിന് മനുഷ്യരെ സാക്ഷിയാക്കിക്കൊണ്ട് അദ്ദേഹം വെള്ളമെടുത്ത് പ്രതിഷേധിച്ചു. അതിന്റെ ഭാഗമായി ആ മനുഷ്യരെ സാക്ഷിയാക്കി മനുസ്മൃതി അദ്ദേഹം അഗ്നിക്കിരയാക്കി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നാം നമ്മുടെ സമൂഹത്തിന് വേണ്ട അവകാശങ്ങൾ നേടിയെടുക്കാൻ നെഞ്ചുറപ്പോടെ നട്ടലോടെ നമ്മൾ അടരാടി അവകാശങ്ങൾ നമ്മൾ ചോദിച്ചു വാങ്ങേണ്ടതുണ്ട്. അതിനുള്ള ധൈര്യം അന്നത്തെ താഴ്ന്ന പിന്നോക്ക ദളിത് വിഭാഗത്തിലെ ജനങ്ങൾക്ക് അദ്ദേഹം ധൈര്യം നൽകി. അങ്ങനെ വലിയ പോരാട്ടങ്ങൾ നിരന്തരം നടന്നു. നമ്മുടെ പ്രിയപ്പെട്ട മഹാത്മാവ് ഗാന്ധിജിയുമായി പലതരത്തിലുള്ള തർക്കങ്ങളും അതുപോലെ തന്നെ ആശയപരമായ സംവിധാനങ്ങളും ആശയപരമായ സംവാദങ്ങളും അദ്ദേഹം നടത്തിയിരുന്നു നിരന്തരമായി. ഒരർത്ഥത്തിൽ ഗാന്ധിജി പലപ്പോഴും അംബേദ്കറോട് പറയുന്നുണ്ട്, അംബേദ്കർ, താങ്കളുടെ ഈ പ്രവർത്തനങ്ങൾ, താങ്കളുടെ ഈ ശ്രമങ്ങൾ, ഏത് ശ്രമങ്ങൾ? രാജ്യത്തെ ന്യൂനപക്ഷ ദളിത് കീഴ്ജാതി വിഭാഗങ്ങളുടെ ഉന്നമനത്തിനും അവരുടെ വിദ്യാഭ്യാസത്തിനും അവരുടെ നവോത്ഥാനത്തിനും വേണ്ടി താങ്കൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ. ഗാന്ധി ഏതാണ് ഉദ്ദേശിച്ചത്? താങ്കളുടെ ശ്രമങ്ങൾ നമ്മുടെ മാതൃരാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനും അത് നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്നതും അത് പരിപ്പിക്കും, അത് തടസ്സപ്പെടുത്തുമെന്ന് പറഞ്ഞപ്പോ ഗാന്ധിജിയുടെ മുഖത്ത് നോക്കി അംബേദ്കർ പറഞ്ഞു, മിസ്റ്റർ ഗാന്ധി, we don't have a grandmother. നമുക്ക് സ്വന്തമായ ഒരു മാതൃരാജ്യമില്ലല്ലോ. പൊതു കിണറ്റിൽ നിന്ന് വെള്ളം പിടിക്കാൻ കഴിയാത്ത, പൊതുവിദ്യാഭ്യാസത്തിൽ പോയി പഠനം നേടാൻ കഴിയാത്ത വിദ്യാർത്ഥികളുള്ള ഞങ്ങളുടെ സമൂഹം പൊതുവഴിയിലൂടെ അല്ലെങ്കിൽ
അവകാശം പോലും നിഷേധിക്കപ്പെടുന്ന ഒരു സമൂഹമായി ഞങ്ങൾക്ക് സ്വന്തമായ ഒരു മാതൃരാജ്യമില്ലെന്ന് ഈ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവിന്റെ മുഖത്ത് നോക്കി തിരിച്ചടിച്ചു പ്രിയപ്പെട്ട മഹാനായ അംബേദ്കർ. അങ്ങനെ ഈ രാജ്യത്തെ മുഴുവൻ മനുഷ്യർക്ക് വേണ്ടി, എല്ലാ മനുഷ്യർക്കും വേണ്ടിയിട്ട് അദ്ദേഹം പോരാടി. നിങ്ങൾ ആലോചിച്ചു, ഞാൻ എന്റെ ഉദ്ഘാടന ഭാഷണം നീട്ടുന്നില്ല. നമ്മൾ ഇന്നിവിടെ ഏകോദര സഹോദരങ്ങളെ പോലെ ഈ ഒരു സദസ്സ് നമ്മൾ സംഗമിക്കുമ്പോ, പ്രിയമുള്ളവരെ, ഈ രാജ്യത്ത് നമുക്ക് ഇങ്ങനെ ജീവിക്കാൻ അവകാശം നേടിത്തന്ന ഒരു മഹത്തായ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് സംഭാവന നൽകിയ മഹാനായ നേതാവാണ്. അതിലെ ഇക്വാലിറ്റിയും അതുപോലെ തന്നെ ലിബർട്ടിയും ഇക്വാലിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി എന്ന സമത്വവും സാഹോദര്യവുമുള്ള ഈ മഹിതമായ ഭരണഘടന നമുക്ക് മുമ്പിൽ സമ്മാനിക്കുമ്പോ അദ്ദേഹം അന്ന് പറഞ്ഞു വെച്ചൊരു കാര്യമുണ്ട്. We have a very good constitution. നമുക്ക് ഏറ്റവും മനോഹരമായ ഒരു ഭരണഘടന. If very bad people are invited to govern, ഈ മനോഹരമായ എല്ലാ മനുഷ്യർക്കും തുല്യനീതിയും സമത്വവും സാഹോദര്യവും സമ്മാനിക്കുന്ന ഈ ഭരണഘടന, ആ ഭരണഘടനയെ അനുസരിച്ച് ഭരിക്കാൻ വേണ്ടി ക്ഷണിക്കപ്പെടുന്ന മനുഷ്യർ അവർ മോശപ്പെട്ട സമൂഹമാണെങ്കിൽ that constitution will also be corrupted. ഈ മനോഹരമായ ഭരണഘടനയും വികൃതമാക്കപ്പെടുമെന്ന് പറഞ്ഞത് ഈ രാജ്യത്തിന്റെ ഭരണഘടനാ ശില്പിയായ മഹാനായ അംബേദ്കറാണ്. നമ്മൾ ആലോചിച്ച് നോക്കൂ, എല്ലാ തരത്തിലും പലതിന്റെയും പേരിൽ മനുഷ്യന് സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുമ്പോൾ, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ണൂർ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന നിതിൻ രാജ് എന്ന മിടുക്കനായ കുട്ടിയുടെ ജീവൻ പോലും നഷ്ടപ്പെടും വിധം അദ്ദേഹത്തിന് അപമാന ഭാരം പേരേണ്ടി വന്നെങ്കിൽ ജാതീയമായ നിക്ഷേപങ്ങൾ അവിടെ പഠിപ്പിക്കുന്ന വകുപ്പ് തല മേധാവികൾ പോലും ആ കുട്ടിയുടെ മുഖത്ത് നോക്കി നീ പേപ്പട്ടിയാണ്, സ്ലം ഡോഗാണ്, തെരുവ് പട്ടിയാണ്, ഈ കോളേജിൽ പഠിക്കാൻ നിനക്ക് അർഹതയില്ല എന്ന് പറഞ്ഞ അവിടുത്തെ ഒരു മുസ്ലിം പെൺകുട്ടിയോട് ഉൾപ്പെടെ വർഗീയമായ, വംശീയമായ, ജാതീയമായ പിന്നെ ആ തരത്തിലുള്ള വിവേചനത്തിന്റെ സ്വരങ്ങൾ അധ്യാപകന്മാരാൽ സമൂഹം മുഴുവൻ എക്കാലവും എന്നും ആദരിക്കപ്പെടുന്നവരാണല്ലോ അധ്യാപകന്മാർ. മാതാപിത, ഗുരു, ദൈവം എന്ന് പറയുമ്പോൾ ആ ഉന്നത സ്ഥാനീയരായ സ്ഥാനത്തിരിക്കുന്ന ആളുകൾ പോലും ഇത്തരത്തിലുള്ള ഏറ്റവും ഹീനമായ ജാതി അധിക്ഷേപത്തിന് നേതൃത്വം കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ, പ്രിയമുള്ളവരെ, നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം എല്ലാ വർഷവും സ്വാതന്ത്ര്യദിനം കൊണ്ടാടുമ്പോഴും ഈ രാജ്യത്തെ പാവപ്പെട്ട മനുഷ്യർക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടില്ല. ഈ രാജ്യത്തെ അധസ്ഥിതരായ കീഴാള വിഭാഗത്തിന് അല്ലെങ്കിൽ താഴ്ന്ന വിഭാഗത്തിലുള്ള ദളിത് വിഭാഗം ഉൾപ്പെടെയുള്ള താഴ്ന്ന വിഭാഗങ്ങൾക്ക് ഈ രാജ്യത്ത് ഇപ്പോഴും സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകമെന്ന കുമാരനാശാന്റെ കവിതകൾ ഞാൻ ഓർത്തുപോവുകയാണ്. സ്വാതന്ത്ര്യമാണ് ഒരു മനുഷ്യന് ഏറ്റവും അമൃതായിട്ടുള്ളത്, സ്വാതന്ത്ര്യമാണ് ജീവിതം. പാരതന്ത്ര്യം മാനികൾക്ക്, അഭിമാനബോധമുള്ള മനുഷ്യന് സ്വാതന്ത്ര്യമില്ലാതെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത് മൃതിയേക്കാൾ ഭയാനകമാണ്, മരിക്കുന്നതാണ് അതിനേക്കാൾ നല്ലത് എന്ന് പറഞ്ഞ പ്രിയപ്പെട്ട കുമാരനാശാൻ, ഞാൻ എന്റെ പ്രസംഗം ദീർഘിപ്പിക്കുന്നില്ല. ഈ രാജ്യത്തിന്റെ മണ്ണ് എല്ലാവരെയും ഉൾക്കൊണ്ട മണ്ണാണ്, എല്ലാ മനുഷ്യരെയും. പ്രിയപ്പെട്ട ഉത്തരേന്ത്യൻ ഉറുദു കവി ഫിറാഖ് ഗോരഖ്പുരി, അദ്ദേഹത്തിന്റെ രഘുപതി സഹായിയാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിന്റെ അതിമനോഹരമായ വാക്കുകൾ, സർസമീനെ ഹിന്ദ് पर अक़वाम आलम के फिराक काफिले बसते गए हिंदुस्तान बंदाना वासना. ആലോചിച്ച് നോക്കൂ, ഈ രാജ്യം ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ ഭാരതം, ഹിന്ദുസ്ഥാൻ, കാഫിലെ സർസമീനെ ഹിന്ദ് पर अक़वाम आलम के फिराक काफिले बसते गए. എല്ലാ മനുഷ്യരും എല്ലാ മതത്തിലുള്ള ആളുകളും ഈ ഒരു നാട്ടിലേക്ക് വന്നു. ആര്യന്മാര് വന്നു, മുഗളന്മാര് വന്നു, എല്ലാവരും വന്നു. എന്നിട്ടോ ഹിന്ദുസ്ഥാൻ ബന്ധാകയ, അങ്ങനെയാണ് നമ്മുടെ ഈ ഭാരതം ഉണ്ടാവുന്നത്. എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു മനോഹരമായ പാരമ്പര്യം. നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ ഭാരതത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ പൗരാണികമായ ദർശനങ്ങൾ പോലും പഠിപ്പിക്കുന്ന ഒരു സമത്വത്തിന്റെ വാക്കുണ്ട്. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹവീര്യം കരവാവഹൈ തേജസ്വിനാവതീതമസ്തു മാ വിദ്വിഷാവഹൈ. എത്ര മനോഹരമാണ് നമ്മുടെ ഭാരതത്തിന്റെ പൗരാണികമായ ഈ ഒരു സമത്വബോധം, ഈ ഒരു സാഹോദര്യത്തിന്റെ സന്ദേശം. ഓം ദൈവമേ സഹനാവവതു സഹനൗ ഭുനക്തു, ദൈവമേ ഞങ്ങളെ നീ ഒരുമിച്ച് രക്ഷിക്കണമേ. സഹനവും പുലത്തു, ഒരുമിച്ച് ഞങ്ങളുടെ ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ. പിന്നെ പലതിന്റെയും പല ജാതിയുടെയും മതത്തിന്റെയും പേരിൽ മനുഷ്യനെ പരസ്പരം വേർതിരിക്കുമ്പോ അല്ല, മനുഷ്യരെല്ലാം ഒന്നാണ്. അവനെ ജാതീയമായി അവനെ വർഗീകരിക്കേണ്ടവരില്ല. സഹനവും പുലത്തു സഹവീര്യം കരവാവഹൈ തേജസ്വിനാവതീതമസ്തു മാ വിദ്വിഷാവഹൈ. ഞങ്ങളുടെ ജീവിതത്തിൽ നേടിയെടുത്ത അറിവുകൾ വെച്ച് വീര്യമുള്ള നല്ല കർമ്മങ്ങൾ ചെയ്യാൻ ഞങ്ങൾക്ക് ഭാഗ്യമേകുകയും
തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഒരു മനുഷ്യനോടും ഒന്നിന്റെയും പേരിലുള്ള വിദ്വേഷങ്ങൾ മാ വിദ്വിഷാവഹൈ. നിങ്ങളുടെ മനസ്സിൽ ഒരാളെയും കുറിച്ച് ഒരു തരത്തിലുള്ള വിദ്വേഷവുമില്ലാതെ എല്ലാവരും മനുഷ്യരാണ്. ജാതിയുടെയും മതത്തിന്റെ പേര് അല്ലെങ്കിൽ അങ്ങനെ വർഗീകരിക്കപ്പെടേണ്ടവരല്ല മനുഷ്യർ എന്ന ഏറ്റവും നല്ല മനോഹരമായ, ഏറ്റവും ഉദാത്തമായ, ഉന്നതമായ ശാന്തി പാഠങ്ങളാണ് നമ്മുടെ ഭാരതത്തിന്റെ പൗരാണിക ദർശനങ്ങൾ പോലും പ്രിയമുള്ളവരെ നമുക്ക് പഠിപ്പിക്കുന്നതെങ്കിൽ ആ ഒരു മഹിതമായ പാരമ്പര്യമാണ് പ്രിയമുള്ളവരെ നമുക്കുള്ളത്. ചേർന്നു നിൽക്കണം. ഈ രാജ്യത്തെ ഇന്നും മതസ്ഥിത വിഭാഗങ്ങൾക്ക് പലതിലും സ്വാതന്ത്ര്യം ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് പറയട്ടെ, ഈ ഒരു മഹത്തമായ ലോകം അറിയപ്പെടുന്ന ഡോക്ടർ ബി ആർ അംബേദ്കറിന്റെ ഈ ഒരു ജന്മദിനത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി നാം ഈ രാജ്യത്തെ പൗരന്മാരാണെങ്കിൽ നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഫൈറ്റ് ഫോർ യുവർ റൈറ്റ്സ് വിത്ത് യുവർ ചെസ്റ്റ്. നട്ടലോട് കൂടി നിവർന്നു നിന്ന് അവകാശങ്ങൾക്ക് വേണ്ടി പോരാടണം എന്ന് മാത്രമല്ല, നോട്ട് ഓൺ യുവർ നീസ് ബെഗിങ്. മുട്ടിലിഴഞ്ഞ് യാചിക്കേണ്ടവരല്ല നമ്മൾ. അവകാശം കിട്ടേണ്ട സ്ഥലത്ത് മുട്ടിലിഴഞ്ഞു നിന്ന് യാചിക്കേണ്ടവരല്ല, മറിച്ച് നെഞ്ചുയർത്തി നിന്ന് വീറോടെ അവകാശത്തിന് വേണ്ടി പോരടിക്കേണ്ടവരാണ് നമ്മൾ. ഭാരതീയരെന്ന പ്രിയപ്പെട്ട അംബേദ്കർജിയുടെ ഏറ്റവും മഹത്വമായ, ഏറ്റവും പ്രചോദിതമായ, കാലാന്തര ദേശങ്ങളെ മറികടത്തുന്ന ആ മഹത്തായ വാക്യം നമ്മളൊക്കെ ഓർമ്മിക്കേണ്ടതുണ്ട്. നമ്മുടെ മുന്നോട്ടുള്ള, പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ മുന്നോട്ടുള്ള അവകാശങ്ങളുടെ പോരാട്ടങ്ങൾക്ക്, അവകാശ പോരാട്ടങ്ങൾക്കും അതുപോലെ തന്നെ മുന്നോട്ടുള്ള ഉയർച്ചയ്ക്കും പ്രിയപ്പെട്ട അംബേദ്കർ ജിയുടെ, അദ്ദേഹത്തിന്റെ ഏറ്റവും മനോഹരമായ ദർശനങ്ങൾ നമുക്ക് കരുത്താകട്ടെ, നമുക്ക് ഊർജമായി വർദ്ധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഇതിൽ അർപ്പിതമായ ഈ ഒരു ഫെസ്റ്റിവൽ ഓഫ് ഫ്രട്ടേണിറ്റി എന്ന നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുകൊണ്ട് എല്ലാവർക്കും ആശംസയോടെ അറിയിച്ചുകൊണ്ട് ഞാൻ വിരമിക്കുന്നു. സന്തോഷം. ജയ് ഹിന്ദ്, ജയ് ഭീം.